ആളായിരിക്കുമോ അതോ? ആനന്ദ്, തൽക്കാലം മറ്റാരോടും ഇത് പറയണ്ട. സൂര്യക്ക് ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. അയ്യോ, എന്തു പറ്റി മേഡം? അത് വീട്ടിൽ പടക്കം പൊട്ടിച്ചോണ്ടിരുന്നപ്പോ ചെറിയൊരു അബദ്ധം പറ്റിയതാ. എന്തായാലും ഈ കണ്ടീഷനിൽ സൂര്യക്ക് എക്സ്പോയ്ക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ പിന്നെ എന്ത് ചെയ്യും മേഡം? അവിടെ നമ്മുടെ സ്റ്റോളുകൾ മാത്രമല്ലല്ലോ, അവിടെ 2-3 എഗ്രിമെന്റുകളും തീരുമാനിച്ചിരുന്നില്ലേ? ആരെങ്കിലും പോവാതെ ശരിയാവില്ല മേഡം. ആനന്ദ്, ഞാൻ കുറച്ച് കഴിഞ്ഞ് ആനന്ദിനെ അങ്ങോട്ട് വിളിക്കാം. എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സൂര്യ സാറിന് കാര്യമായ കുഴപ്പമൊന്നെങ്കിലും? ഏയ്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ താനിപ്പോ ഇങ്ങോട്ട് വരാനൊന്നും നിൽക്കണ്ട. ഹീൽ ബി ഓൾ റൈറ്റ് വിത്തിൻ 1 or 2 days. ഓക്കെ മേഡം. എന്തുപറ്റി മമ്മി? മുംബൈയിൽ ഒരു ബിസിനസ് എക്സ്പോ നടക്കുന്നുണ്ട്. സൂര്യ അതിൽ പോവാൻ തീരുമാനിച്ചത്. പകരം നമ്മളാരെങ്കിലും ഒരാൾ പോയേ പറ്റൂ. ഇന്ദ്രജെ, നമ്മളത് ചെയ്തത് അവൾ കണ്ടിട്ടുണ്ട്. തൽക്കാലം ആന്റിയുടെ മറുപടിച്ച് നിൽക്കാൻ പറ്റി. പക്ഷേ അതിനുവേണ്ട വേറെ തെളിവ് അവളുടെ കയ്യിൽ ഉണ്ടാവും. വേറെ എന്ത് തെളിവുണ്ടാവാനാ? അവളൊഴിച്ച് ബാക്കി ആരും അത് കണ്ടിട്ടില്ല. ഇനി അഥവാ കണ്ടാ തന്നെ അത് അവളുടെ കുടുംബക്കാരല്ലേ? അവര് പറഞ്ഞാലൊന്നും മമ്മി വിശ്വസിക്കില്ല. അളിയൻ അസുഖം മാറി എഴുന്നേറ്റ് വരുമ്പോഴേ അളിയൻ നന്ദിനി പറയുന്നത് വിശ്വസിക്കാതിരിക്കുവോ? അപ്പോ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? വിജയ്, പീഡിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയാതെ തൽക്കാലം നമുക്ക് മമ്മിയുടെ കൂടെ നിൽക്കണം. അവളുടെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി അവള് നമ്മുടെ നേരെ കൈ ചൂണ്ടിയതാണെന്ന് വരുത്തി തീർക്കണം. അതല്ലാതെ വേറെ ഒന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല. നിങ്ങൾ എന്തായി സംസാരിച്ചോണ്ടിരിക്കുന്നത്? അത് പിന്നെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഉണ്ട്. അത് സൂര്യ ഇങ്ങനെ കിടക്കുന്നതിന്റെ ടെൻഷൻ. നിനക്കില്ലേ? ഏട്ടൻ ഇങ്ങനെ കിടക്കുന്നതിന്റെ ടെൻഷൻ അല്ല ചോദിച്ചേ. അല്ലാതെ വേറെന്തോ പ്രശ്നമുണ്ടല്ലോ. നിനക്കിപ്പ എന്താ വേണ്ടത്? അവിടെ ആ തിരക്കിന്റെ ഇടയിൽ നിൽക്കണ്ടെന്ന് കരുതിയ ഇങ്ങോട്ട് മാറി നിന്നത് അതിപ്പോ വലിയ കുഴപ്പമായോ? നന്ദിനി വിളിച്ച് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അല്ല, നിങ്ങളുടെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. എന്റെ പൊന്നു വേദേ, ഇനിയിപ്പോ നമ്മളാണ് കൊല്ലാൻ ശ്രമിച്ചതെന്ന് നീ കരുതിക്കോ? ഞങ്ങളെ അളിയനോട് അങ്ങനെ ചെയ്യൂ. നന്ദിനി അവളുടെ കുടുംബക്കാരെയല്ലേ കൊല്ലാൻ നോക്കുന്നേ? ഓ, അപ്പൊ കൊല്ലണം എന്നൊക്കെ മനസ്സിലുണ്ട്. വിജി, ഒന്നും മിണ്ടാതിരിക്കേ. അവളെന്തോ ഒന്ന് ചോദിച്ചു, ആവശ്യമില്ലാതെ അതിന്റെ പിന്നാലെ പൊയ്ക്കോളൂ. എന്താ മമ്മി, എന്താ ഒരു ടെൻഷൻ? നേരത്തെ ആനന്ദ് വിളിച്ചു പറഞ്ഞിരുന്നില്ലേ മുംബൈ എക്സ്പോയുടെ കാര്യം? എല്ലാ പ്ലാനിങ്ങും തെറ്റി. അവിടെ വെച്ച് ചെയ്യേണ്ട ചില എഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ട്. അത് കയ്യിൽ നിന്ന് പോയാൽ പിന്നെ നമുക്കത് കിട്ടില്ല. മറ്റൊരു മാർഗവും ഇല്ലെങ്കിൽ വിജയ് പോകേണ്ടി വരും. അല്ലാണ്ടി ഞാൻ ചെന്ന എഗ്രിമെന്റ് നടക്കൂ?
അതിനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. അത് ആലോചിച്ചിട്ട് മതി മമ്മി.